என்ன பஞ்சு மிட்டாய் சாப்பிட்டுட்டு இருக்க குழந்தைங்க மாதிரி? அசிங்கமா இல்ல? நான் குட்டி என்ன இல்ல, പിന്നെ നിങ്ങളെ പോലെ വയസ്സനാ. லட்சுமி வந்து ஜீப்ல ஏறு. എന്തിന്? உன்னை ரெங்கண்ணன் கூட்டிட்டு வர சொல்லிருக்காரு. അയ്യടാ, ചെങ്കണ്ണൻ വിളിച്ചാ വരാതിരിക്കല്ലേ ഞാൻ. പോടാ. വേണ്ട ലക്ഷ്മി, വാ. ஏய், என் கைக்கு வேலை கொடுக்காத. மரியாதையா சொல்றேன், வந்து ஜீப்ல ஏறு. டேய் கையை விடுடா. போடா. അവരിനിയും വഴക്കിന് വന്നാലോ? എനിക്കെന്തോ പേടിയാവുന്നു. அப்படி பயந்து வாழ்ந்ததுனால தானே நம்ம ரொம்ப கஷ்டப்பட்டோம். இனிமேலாவது நான் யாரு? ராசப்பண்ணனை யாரோ கோயில் கிட்ட அடிச்சு போட்டிருக்காங்க. தலையில் நல்லா அடிபட்டு இருக்குண்ணே. பயப்படுற மாதிரி ஒண்ணும் இல்ல. ஆஸ்பத்திரிக்கு எடுத்துட்டு போயிருக்காங்க. சீக்கிரம் வாங்கண்ணே. வா போலாம். ഞാനും വരാം. வேணாம் நீரு, நான் போறேன். എന്താ ഉഷി രാത്രിയിൽ എങ്ങോട്ടാ? കണ്ണനെ ആരോ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയി. എന്തോ അപകടമുണ്ട്. என்னடி இப்போ தொழில் ரோட்லயேவா? சார் உள்ள ഭർത്താവിനെ ആരോ. நீ யாரா இவளுக்கு புது மாமாவா? ஏறா வண்டில. சார் என்ன நம்புங்க, என் புருஷன். பேசாத. சார் ஏய் ஏறா வண்டில. சார் தயவு செஞ்சு நான் சொல்றது கொஞ்சம் கேளுங்க. என் புருஷன். கான்ஸ்டபிள் இவளை உள்ள தள்ளு. സാർ എനിക്കറിയാം നിങ്ങൾ ഒത്തുകളിക്കാൻ കണ്ണനെ രംഗന്റെ ഗുണ്ടകൾ കൊണ്ടുവരിക്കാൻ. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം തനിക്കായിരിക്കും. Shut up. Constable.
തിരിച്ചു കിട്ടി. കണ്ണു നിറയൊന്ന് കാണാൻ കഴിയും മുമ്പ് കൊണ്ടുപോയി കൊന്നല്ല ഏട്ടാ. എന്നെ മോഹിപ്പിച്ചതല്ലോ വേദനിപ്പിക്കാനായിരുന്നല്ലോ. ഞാൻ എന്ത് പറഞ്ഞാൽ മോളെ നിന്നെ ആശ്വസിപ്പിക്കും. കരേ മതിയാവളം കരേ. 7-ാം വയസ്സിൽ മരിച്ചു എന്ന കാര്യം നിന്നെ തിരിച്ചു കിട്ടിയപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അതിനുള്ള ശിക്ഷയായല്ലോ മോളെ. ലക്ഷ്മി, Yes, sir. Okay, sir. hey! നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ആ പയ്യനെ കൊല്ലാൻ നീ ഒത്താശ ചെയ്തവന്മാരടുത്തേക്ക്. സ്റ്റേഷൻ കൊള്ളു കലാട്ട അവിടെ പെട്ട കോൺസ്റ്റബിൾ. നിർത്താൻ. ശിവൻ, ശിവൻ, താൻ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? അതെ സാർ, എനിക്ക് ഭ്രാന്താണ്. ആ പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ എന്റെ ഭ്രാന്ത് കൂടുതലാണ്. അത് മാറണമെങ്കിൽ ഇവരെ പോലെ പട്ടുകളൊക്കെ കൊല്ലണം. ശിവൻ, താൻ ഈ കാണിച്ചതിന് തന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിടേണ്ടതാണ്. ചെയ്യണം സാർ. സാറിനെ കൊണ്ടതല്ലേ പറ്റൂ. സർക്കാരിന്റെ ശമ്പളം വാങ്ങി ഗുണ്ടകൾക്ക് കൈകളായി നിൽക്കുന്ന ഇവനെ പോലെയുള്ളവനെയൊന്നും തൊടാൻ പറ്റിയല്ലോ. ശിവൻ, കൂൾ ഡൗൺ. കണ്ണനെ കൊന്നവന്റെ പിന്നിൽ ആരുടെ കൈയാണെന്ന് എനിക്കറിയാം. അവനെ രാത്രി വീട്ടിൽ നിറക്കൊണ്ടുവനെ അന്വേഷിച്ചോണ്ടിരിക്കുക. അവനെ കൈ കിട്ടിയാൽ വേണ്ട ആക്ഷൻ ഞാൻ എടുത്തോളാം. താനിപ്പോ പോ.